മലയാളികൾക്ക് മത്തി എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ചൂരമീൻ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള മീനുകളിൽ ഒന്നാണ് ചൂര. ലോകത്തിൽ ഏറ്റവും വില കിട്ടുന്ന മീൻ ചൂരയാണ്. എന്നാൽ കേരള കടൽ തീരത്ത് നിന്നും പിടിക്കുന്ന ചൂരമീനിന് എന്തുകൊണ്ടാണ് ഇത്ര വില കിട്ടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും കേരളത്തിലെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ചൂരമീൻ വില സാധാരണ മീനുകളെ പോലെയാണ്. കേരള തീരത്തെ ചൂരമീനിന് ഡിമാൻഡ് ഇല്ലാത്തതിന് പ്രധാന കാരണം ഗുണമേന്മയാണെന്ന് പറയുകയാണ് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപന ഡയറക്ടർ ഡോക്ടർ ഗ്രീൻ സെന്റ് ജോർജ്. ജൂൺ മാസത്തിൽ മഴ ആരംഭിക്കുമ്പോഴാണ് തീരപ്രദേശത്തോട്ട് മത്തി എത്തുക. ആരംഭത്തിൽ അതിന്റെ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നത് തെക്കൻ തീരപ്രദേശങ്ങളിലാണ്. കേരള കൊങ്കൺ കോസ്റ്റിലാണ് ചാളയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടുവരുന്നത്. ചാള വിട്ട് നമ്മൾ സഞ്ചാര രീതി പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മത്സ്യം ചൂരയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ വില ലഭിക്കുന്ന മീനാണ് ചൂര. നമ്മുടെ ഇവിടെ ചൂരയ്ക്ക് മാർക്കറ്റ് വില കുറയുന്നതിന്റെ പ്രധാന കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകേണ്ട തരത്തിലുള്ള ഗുണമേന്മ ഇല്ലാത്തതാണ്. പിടിക്കുന്ന മീനിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ വില ലഭിക്കാത്തത്. ചൂരയുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയാൽ ചൂരയെ പിടിച്ച് ടാഗ് ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കൂടുതലും നമ്മുടെ സമുദ്ര അതിർത്തിയിൽ തന്നെയാണ് ചൂരയുടെ സഞ്ചാരപഥം ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.